എന്തുകൊണ്ട് ഞാൻ ഈ ടിപ്സ് ഒന്നും നേരത്തെ അറിഞ്ഞില്ല? അങ്ങനെ എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. എനിവേ ഇന്ന് നമ്മൾ ബ്യൂട്ടി ടിപ്സ് ഒന്നുമല്ല. പിന്നെ എൻ്റെ ടൈറ്റിലിൽ ഞാൻ ഇട്ടിട്ടുള്ളത് 20s 30s മുമ്പ് നിങ്ങളിത് അറിഞ്ഞില്ലെങ്കിൽ ആ ടൈമിൽ അറിയണം എന്ന് ഇട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ 20sലാണ്, നിങ്ങളിതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, നോ പ്രോബ്ലം, ജസ്റ്റ് സ്റ്റാർട്ട് നോ. ഓക്കെ, ഇനി നിങ്ങൾ 30sലാണ്, ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെസ്സും ഇല്ല. ഇത് ഇന്ന ഏജ് എന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു ടൈറ്റിലിനും കാണുമ്പോഴേക്ക് ക്ലിക്ക് ചെയ്യാൻ തോന്നാൻ വേണ്ടിയിട്ടിട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഏത് ഏജിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യുക. അതൊക്കെ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, അല്ലേ എനിക്ക് തന്നെ തോന്നിയിട്ടുള്ള കുറച്ചും കൂടി മുമ്പ് തരണമെങ്കിൽ അടിപൊളിയായിരുന്നു. അങ്ങനെ തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഇത് ഞാൻ ഇപ്പോഴും എടുത്തെടുത്ത് പറയണത് എന്താ പറയുക, എൻ്റെ ഗേളി ടോക്ക് സീരീസിൽ. കാരണം എൻ്റെ ഗേളി ടോക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അല്ലാത്തവർക്കും പ്രശ്നങ്ങളുണ്ടാവാം. പക്ഷേ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്ത ആളുകൾക്ക് കുറച്ച് കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അവർക്ക് ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത പോലെ ഒരു എന്താ പറയുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും. പൈസ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങി, നമ്മളുടെ കയ്യിൽ 4 കാശ് വരാൻ തുടങ്ങുമ്പോഴേക്കും നമ്മളുടെ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു പവറാണ്. നമ്മൾ ഇപ്പോൾ ഇന്നലെ വരെ നിങ്ങൾക്ക് ജോലിയില്ല, ഇന്ന് നിങ്ങൾക്ക് ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം ഉണ്ടല്ലോ, ഈ ദിവസത്തിൻ്റെ ഇടയിൽ ഇച്ചിരി മണിക്കൂറുകളല്ലേ ഉള്ളൂ, ആ മണിക്കൂറിലുണ്ടാവുന്ന വ്യത്യാസം തന്നെ ഭയങ്കര ഡ്രാസ്റ്റിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഏൺ ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി ഏൺ ചെയ്യാൻ മാത്രമല്ല, ഏൺ ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റും കേട്ടോ, എല്ലാവർക്കും പറ്റുമെന്ന് പറയണില്ല, എന്നാലും ഏൺ ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിളാണ്. പക്ഷേ ഈ ഏൺ ചെയ്തിട്ടുള്ള പൈസ സേവ് ചെയ്യാനാണ് നമ്മളിൽ പലവർക്കും അറിയാത്തത്. അത് പഠിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ ലോട്ടറി അടിക്കണമൊക്കെ കേട്ടിട്ടില്ല. ലോട്ടറി അടിച്ചിട്ടുള്ള എത്ര പേർ രക്ഷപ്പെട്ടിട്ടുണ്ട്? വളരെ ചുരുക്കം ആളുകൾക്കാണ് അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇത് സേവ് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഇതെനിക്ക് കുറച്ച് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അന്നക്കുട്ടി ആയിട്ടിരുന്നോട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഞാൻ ബേസിക് ആയിട്ട് ഞാൻ പറയാം കേട്ടോ, എങ്ങനെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് പറയാം. ഫസ്റ്റ് നമുക്ക് FD ഇടാം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. അതാണ് ബേസിക് ആയിട്ട്. നിങ്ങൾ കയ്യിലുള്ള പൈസ ഇപ്പോൾ ഒരു ഇത്ര എമൗണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ കൊണ്ട് FD ഇടാനായിട്ട് FD ഇടാനുള്ള എമൗണ്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ കൊണ്ട് ഇടാം. ഓക്കെ, കുറച്ച് പൈസ അങ്ങനെ സേവ് ചെയ്യാനായിട്ടുള്ളത് കൊച്ചിലെ തുടങ്ങി നമ്മൾ ആ ഒരു സേവിങ് മെൻറ്റാലിറ്റി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മൾ പലവർക്കും ഇപ്പം അതില്ലാത്ത, നമ്മളെല്ലാം കിട്ടുന്ന പൈസ ഫുൾ നമ്മൾ പുട്ടടിച്ച് കളയുക ചെയ്യുക. അങ്ങനെ അല്ലാണ്ട് ഇപ്പോൾ 10 രൂപ കിട്ടിയാൽ അതിന് കുറച്ച് മതി, ഫുള്ള് വേണമെന്ന് ഞാൻ പറയില്ല, പകുതി വേണമെന്ന് പോലും പറയില്ല, അതിൽ നിന്ന് 3 രൂപ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പം അങ്ങനെ കുറേശ്ശെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ തുടങ്ങാം. മ്യൂച്വൽ ഫണ്ട്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട്സ് ആകുമ്പോൾ ഒരുപാട് റിസ്ക് ഇല്ല. അതിൽ നമ്മൾ കുറച്ച് പൈസ ഇട്ടിരുന്നാലും മതി, മന്ത്ലി നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 10-30-35 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് അത്യാവശ്യം നല്ല പൈസയാവും. ലോങ് ടേമിലോട്ട് നോക്കുമ്പോഴേക്ക് അത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഗോൾഡ് ഇടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫാൻസി ഗോൾഡ് അല്ല കേട്ടോ, അല്ലാണ്ട് നമ്മുടെ അമ്മമാരെ കിട്ടുന്ന പോലത്തെ ഉരുണ്ടവള അങ്ങനത്തെ വളകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾ ഇടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാനിപ്പോൾ വിചാരിക്കാം, ഞാൻ കല്യാണ സമയത്ത് കുറച്ച് ഉണ്ടവള മേടിച്ച് വെച്ചിരുന്നെങ്കിലോ, അന്ന് 30,000 എന്തായാലും 30,000 40,000 ഇടയിലായിരുന്നു. ഇപ്പോൾ സ്വർണ്ണത്തിന് എന്താണ് വില? പിന്നെ ഞാൻ ഇടില്ല കേട്ടോ, അതൊരു കാര്യം. പിന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് അത് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗോൾഡ് നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതെന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടാട്ടോ ഞാൻ അടുത്തടുത്ത് പറയണത്. കുറേ പേര് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണത് എങ്ങനെയാണെന്നുള്ളത് പറയുന്നു. അപ്പോൾ എനിക്ക് അറിയണ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എൻ്റെ വീഡിയോ വേണമെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയും കേട്ടോ. ഞാൻ എന്നെ കുട്ടിയായിട്ട് ഇരുന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എങ്ങനെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു ഹാബിറ്റ് ഫോം ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ഞാൻ ബേസിക്കലി പറഞ്ഞു വന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ടിപ്പ്. മസ്റ്റായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഏൺ ചെയ്യുക മാത്രമല്ല, ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ ഇങ്ങനെ റിഗ്രറ്റ് ചെയ്യും, പക്ഷെ എന്തുകൊണ്ട് എനിക്കിത് പറ്റിയില്ല എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഫോമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഇതിപ്പോൾ എൻ്റെ ചാനലിൽ കുറേ ഇങ്ങനെ കോളേജ് കുട്ടികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരോടായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോഴേ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടോ, നിങ്ങളുണ്ടല്ലോ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് പൈസയായിട്ട് ഉണ്ടാക്കണം. ഇത് കാണുന്നവർ വിചാരിക്കും ഞാൻ എന്തൊരു സാധനമാണ്, നമ്മളെ പഠിപ്പിച്ചിരിക്കണതും നമ്മൾക്കിങ്ങനെ പൈസ ഒത്തിരി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അത്യാഗ്രഹികളാണെന്ന് നമ്മളുടെ മനസ്സിലോട്ട് വരാം അല്ലേ.
പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പൈസ വേണ്ട എന്ന് പറയും തോറും ഉണ്ടല്ലോ പൈസ നമ്മുടെ അടുത്ത് നിന്ന് ദൂരേക്ക് പോകും. നിങ്ങളങ്ങനെ പറയരുത്. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ വായിക്കോടെ നമ്മൾ എന്ത് ലിറ്ററലി വായിന്ന് പറയുന്നു അത് നടക്കും. എനിക്ക് എത്ര അനുഭവം ഉണ്ടായെന്നോ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇതിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരുപാട് ലൈക്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒത്തിരി പേര് ഇതിനെ പറ്റി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതേപോലെയുള്ള ആളുകളും ഉണ്ടല്ലോ എന്ന്. നമ്മളെപ്പോഴും പറയില്ലേ, ഞാൻ അങ്ങനെ പണ്ടെപ്പോഴും പറയുന്ന ഒരു കാര്യം കേട്ടോ, പക്ഷെ എനിക്ക് വയ്യ, ഞാൻ ടയേർഡാണ്, എനിക്കൊന്നിനും വയ്യ, എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ അങ്ങനെയൊക്കെ പറയണം നിർത്തി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ആക്റ്റീവാണ്. നിങ്ങൾക്ക് തോന്നിയില്ലേ? ഞാൻ ഇപ്പോൾ നന്നായിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്, എൻ്റെ ബിസിനസ് നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റുന്നുണ്ട്, എല്ലാ കാര്യങ്ങളിലും എനിക്ക് കുറച്ചും കൂടി മനസ്സിന് മറ്റേത് എനിക്ക് സന്തോഷമില്ല നേരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് സന്തോഷം ഉണ്ടാവാതിരുന്നത്. പക്ഷെ ഇപ്പം അത് മാറ്റിയിട്ട് ഇപ്പോൾ ഫുൾ നമ്മൾ ഇങ്ങനെ മനഃപൂർവ്വം മനസ്സിൽ ഇങ്ങനെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം പറയാം. ഞാൻ ഹാപ്പിയാണ് എന്ന് കുറേ തവണ പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഹാപ്പിയായി മാറും. ഇതെനിക്ക് ഭയങ്കര വിശ്വാസമുള്ളതാണ്. ഞാൻ അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടിട്ട് എനിക്കത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെ പറയരുത് എനിക്ക് പൈസ വേണ്ട, ഇല്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറയരുത്. എപ്പോഴും നമ്മൾ പൈസയായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവണം, മറ്റുള്ളവരെ ദ്രോഹിക്കാതെ. ഓക്കെ. നെക്സ്റ്റ് ടിപ്പ്, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ എന്താ അറിയോ, നമ്മൾ പലവരും തന്നെ നമുക്കറിയില്ല എങ്ങനെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്ന് വെച്ചാൽ ഞാനീ പറയണത് ആരെങ്കിലും ഇപ്പോൾ നിങ്ങളോട് ഇങ്ങനെ മിണ്ടാൻ വരികയാണെങ്കിൽ പൊടി എനിക്ക് നിന്നോട് മിണ്ടണ്ട അങ്ങനെ പറയണതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ലാതെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മളുടെ ഒരു റൗണ്ടിന് വെളിയിൽ നിർത്താനായിട്ട് പറ്റണം. ആ ആള് നമ്മളുടെ അത്രയും അകത്തേക്ക് കയറാനായിട്ട് അനുവദിക്കരുത് ഒരു രീതിയിലും. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്യണം കേട്ടോ. ഈവൻ നിങ്ങളുടെ വീട്ടുകാരാണെങ്കിലും ബോയ് ഫ്രണ്ട് ആണെങ്കിലും ഭർത്താവാണെന്നുണ്ടെങ്കിലും ഈവൻ കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ബൗണ്ടറിയുടെ അകത്തോട്ട് കയറ്റാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി, ഇത് എൻ്റെ ഗേളി ടോക്കിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുട്ടി, ആ കുട്ടിയുടെ വീട്ടിൽ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു അങ്കിളുണ്ട്. ഓക്കെ. ആ അങ്കിൾ എപ്പോഴും കുട്ടീൻ്റെ അടുത്ത് നന്നായിട്ട് ക്ലോസ് ആയിട്ട് ബിഹേവ് ചെയ്യും, എല്ലാ കാര്യങ്ങളൊക്കെ ഈ കുട്ടിയുടെ ചെയ്തു കൊടുക്കും. ഒരു തവണ ഈ കുട്ടീനെ ഇങ്ങനെ പിടിക്കുകയും കിസ് ചെയ്യാൻ ശ്രമിക്കുകയും ഹഗ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു. എന്തുകൊണ്ടിട്ടാണ്? ആ കുട്ടി ആ അങ്കിളിനെ അത്രയും അടുപ്പിക്കാനായിട്ട് അനുവദിച്ചെന്നുള്ളതാണ്. അങ്ങനെ ചെയ്യരുത്. നമുക്ക് എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ടാവണം. എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളായിക്കോട്ടെ, എങ്ങനത്തെ നന്നായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ പോലും ആ ആൾക്ക് നമ്മളെ അത്രയും ക്ലോസ് ആവാനായിട്ടുള്ളൊരു വെച്ചാൽ നമുക്കത് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാം. നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടെന്നല്ല പറയാം, അങ്ങനത്തെ ഒരു നോട്ടം ആളിൽ നിന്നും നമ്മളിലോട്ട് വരരുത്. അത് നമ്മളുടെ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യണതിനനുസരിച്ചിട്ടാണ്. മേ ബി ചിലപ്പോൾ അവർ നമ്മൾ സെൽഫിഷ് ആണെന്നോ അഹങ്കാരിയാണെന്നോ തൻ്റെടിയാണെന്നോ ഒക്കെ വിചാരിച്ചോട്ടെ, നോ പ്രശ്നം. ഓക്കെ. എനിക്ക് തോന്നാറുള്ളത് നമുക്കങ്ങനെ തൻ്റെടിയാണെന്നുള്ളൊരു പേര് കിട്ടുന്നത് വളരെ നല്ലതാണ്. അവളൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കില്ല. കാരണം അങ്ങനെയുള്ളവരുടെ അടുത്തോട്ട് ആരും ഒന്നിനും വരത്തില്ല, ഈ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോലും വരില്ല. അവരെപ്പോഴും സേഫ് സോണിലായിരിക്കും. എപ്പോഴും ഇങ്ങനെ പാവമായിട്ടിരിക്കുന്ന ആളുകളിൽ, ഇല്ലെങ്കിൽ അങ്ങനെ എല്ലാവരെയും നമ്മൾ പ്ലീസ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക. കാരണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് ഒരു കാലത്തും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. അത് സത്യമായ കാര്യമാണ്. ഒരു കാലത്തും നമുക്ക് എല്ലാവരെയും പ്രീതിപ്പെടുത്തി എല്ലാവരുടെയും ഇഷ്ടം നേടിക്കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്ന രീതിയിൽ നിൽക്കുക. അപ്പോൾ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ ഈ ബാക്കിയുള്ള ആളുകളൊന്നും സന്തോഷിച്ചില്ലെങ്കിലും അവരൊന്നും നമ്മൾ നല്ലത് പറഞ്ഞില്ലെങ്കിലും നമുക്കൊന്നും എഫക്റ്റ് ചെയ്യില്ല. ആ ഒരു കണ്ടീഷനിലോട്ട് നിങ്ങൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അതിനകത്തോട്ടൊരു മനുഷ്യനെ കയറ്റാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് അറഗൻ്റായിട്ട് നിൽക്കണമെന്നോ ഇല്ലെങ്കിൽ അവരെ വഴക്കിട്ട് മാറ്റി നിർത്തണമെന്നോ ഒന്നുമല്ല. അല്ലാതെ നമുക്ക് ഭയങ്കര ഹാപ്പി മോഡിൽ നമുക്ക് ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത്തെ ടിപ്പ് എന്താണെന്നറിയോ? നമ്മളുടെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇതും പലവരും ലേറ്റ് ആയിട്ടാണ് മനസ്സിലാക്കാറുള്ളത്. എനിക്കൊന്നും എൻ്റെ വാല്യൂ തീരെ അറിയില്ലായിരുന്നു. നമുക്ക് നമ്മളുടെ വില എന്താണെന്നുള്ളത് അറിയണം. എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്കിപ്പോൾ ഒരു കഴിവുണ്ട്. ഓക്കെ. അത് എല്ലാവരും നിങ്ങളുടെ ചുറ്റിനും നിൽക്കുന്ന ആളുകൾ പറയുകയാണ് നിങ്ങളതിൽ കൊള്ളില്ല, നിങ്ങൾക്കതൊന്നും ചെയ്യാനുള്ള ഇതില്ല, നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയാം. അപ്പോൾ ഗ്രാജ്വലി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമോ, എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റില്ലേ, ഞാൻ അതിനൊന്നും കൊള്ളില്ലേ, ഇല്ലെങ്കിൽ ഇതൊക്കെയാണോ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ.
വേറൊരാളല്ല നമ്മളുടെ വേർത്ത് എന്താണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പറ്റും. എൻ്റെ കേസിൽ ഞാൻ പറയാം കേട്ടോ, എനിക്ക് നമ്മുടെ ഇങ്ങനെ കമൻറ്റ് സെക്ഷനിലൊക്കെ വരാറുണ്ടായിരുന്ന കമൻറ്റാണ് എൻ്റെ സ്റ്റൈലിംഗ് കൊള്ളില്ല, എൻ്റെ ഡ്രസ്സിങ് കൊള്ളില്ല, എനിക്കിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ആണോ ഇനിയിപ്പോൾ ഞാൻ കുറേ നാൾ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഇത് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ആണോ ഇനിയിപ്പോൾ അങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ. അതുകൊണ്ട് അങ്ങനത്തെ എന്താ കമൻറ്റ്സ് വന്നിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു ഉപകാരം ഉണ്ടായിട്ടോ. എന്താ വെച്ചാൽ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ കോഴ്സുകളൊക്കെ എടുത്ത് പഠിക്കാനായിട്ട് തുടങ്ങി സ്റ്റൈലിങ്ങിനെ കുറിച്ചിട്ട്. അങ്ങനെ സ്റ്റൈലിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ച് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ, നമ്മുടെ ചാനലിൻ്റെ പേരും ഇതുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ്. ഞാൻ അതൊന്നും അറിഞ്ഞിട്ടിട്ടതല്ല, സിംപ്ലി മൈ സ്റ്റൈൽ. അതാണ് ഫാഷൻ. എന്താണോ നിങ്ങൾക്ക് നന്നായി തോന്നുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിൽ നിങ്ങളിടുമ്പോൾ നിങ്ങൾ ഭംഗിയായിട്ട് എന്താണ് തോന്നുന്നത്, അതാണ് സ്റ്റൈല്. നിങ്ങൾ ഈ ഫാഷൻ വലിയ എന്താണ് ഈ വോഗിൻ്റെ ഒക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ ചിന്തിക്കണ പോലത്തെ ഡ്രസ്സേ എല്ലാവരൊന്നും വെയർ ചെയ്യുക. എന്നാൽ അതാണ് പിന്നീട് ട്രെൻഡായി വരിക. ഞാനിങ്ങനെ ഈ നമ്മൾ സാരയിലും അതുപോലെ H&Mലൊക്കെ നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതൊക്കെ എന്ത് സ്റ്റൈല്, പക്ഷെ അതൊക്കെയാണ് ട്രെൻഡ്സ്. എന്ന് വെച്ചാൽ നമ്മളുടെ കാഴ്ചപ്പാടാണ് ഓരോന്നും ഡിഫറെൻ്റ് ആക്കണത്. അല്ലാണ്ട് ഓരോ ആളുകൾ പറഞ്ഞിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നതല്ല എപ്പോഴും നല്ലത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുവാണ്, മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാണ്ട്. ഓക്കെ, അതാണ് ഫാഷൻ. ഫാഷൻ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ്, ക്രിയേറ്റീവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റൈലിംഗ് കൊള്ളില്ല, എനിക്ക് ക്ലോത്ത്സ് ഇടാനായിട്ട് അറിയില്ല, അല്ലെങ്കിൽ സെലക്ട് ചെയ്യാനായിട്ട് അറിയില്ല. ഞാനിപ്പോൾ ഒരു ക്ലോത്തിങ് ബിസിനസ് ഓണറാണ്, സക്സസ്ഫുള്ളി റണ്ണിങ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്നുവെച്ചാൽ നമുക്ക് പറ്റുമെന്ന് നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെ കൂടുതൽ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കണേ. നിങ്ങളുടെ മനസ്സ് 100% ഫോക്കസ് ചെയ്ത് അതിലിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ അറിയോ, നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സെൽഫ് ലവ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിൻ കെയറോ ഹെയർ കെയറോ ബോഡി കെയറോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുമ്പോൾ വേറെ ഒരാൾ കാരണം നിങ്ങളുടെ ആ സ്ട്രെസ്സ് മാറ്റാൻ അല്ല നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്ട്രെസ് മാറ്റാനുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബി സെറ്റ് ചെയ്യുക, നിങ്ങളുടെ പാഷൻ എന്തിനോടാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് പെഡിക്യൂർ ചെയ്യാൻ പോകുമ്പോൾ, ഇല്ലെങ്കിൽ നിങ്ങൾ സ്കാൽപ്പ് മസാജ് ചെയ്യാൻ പോകുമ്പോൾ, ഇത് ബ്യൂട്ടി ഇതിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത് തന്നെ ആവണമെന്നില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആവാൻ പറ്റണത് ആ ആക്ടിവിറ്റീസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ബുക്ക് വായിക്കുമ്പോൾ, ഇപ്പോൾ എനിക്ക് റീസെൻ്റ്ലി എനിക്കറിയില്ലായിരുന്നു ഞാൻ അത്ര ബുക്ക് വായിക്കുന്നത്. എനിക്ക് പണ്ടൊന്നും ഞാൻ ഒരു ബുക്ക് എനിക്ക് വായിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഉണ്ടല്ലോ 2 ദിവസം കൊണ്ട് ഒരു ഫുൾ ബുക്ക് ഇത്രയുള്ള ബുക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ ഞാൻ വായിക്കുമ്പോൾ ഞാൻ അതിനകത്തോട്ട് മുഴുകി വായിക്കും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഞാൻ വേറെ ഒന്നും ആലോചിക്കില്ല. ചിലവരിങ്ങനെ പറയില്ലേ, നമ്മൾ ഈ ജിമ്മിൽ പോകുമ്പോഴൊക്കെ, എനിക്ക് പറ്റാറില്ല കേട്ടോ അങ്ങനെ. ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ തിരിച്ചു വരണം ഓർത്തിട്ടാണ് ഞാൻ ജിമ്മിൽ പോവാം. എനിക്ക് യോഗ ചെയ്യണതൊക്കെ ഇഷ്ടം. എനിക്ക് തോന്നുന്നു ഞാൻ ഇച്ചിരി ആ ഒരു ടൈപ്പിലോട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഒരു സ്പിരിച്വൽ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു യോഗ, ഇങ്ങനെ സ്ലോ ലൈഫൊക്കെ ആണെന്ന് തോന്നുന്നു എനിക്കിഷ്ടം. എനിക്കിങ്ങനെ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഭയങ്കര അഗ്രഷനാണ്, എനിക്ക് പിന്നെ ഇങ്ങനെ ദേഷ്യമാണ് ഭയങ്കര. പക്ഷേ ചിലവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് ഇങ്ങനെ ഭയങ്കര കൂളാവും എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ചിലവർക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അവർ വേറൊന്നും ഫോക്കസ് ചെയ്യാണ്ട് ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധിക്കും. നമ്മൾ കംപ്ലീറ്റ്ലി വേറൊന്നിലോട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാനിങ്ങനെ വായിക്കുമ്പോൾ എനിക്ക് അതുപോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇങ്ങനെ വേറെ ഒന്നും ഞാൻ ആലോചിക്കില്ല, അതിനകത്ത് മുഴുകി അതിനകത്തുള്ള ക്യാരക്ടറാണ് പിന്നെ ഞാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ വേറെ ഇഷ്യൂസ് അന്ന് നമുക്ക് ആ ഒരു സ്ട്രെസ്സിനൊന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതുപോലത്തെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കണം. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മുടി, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ നഖം, ഇനി എന്താ പറയണ്ടേ, നിങ്ങളുടെ രോമം, എല്ലാം നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കണം. ഇതുണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ ഇന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. നമുക്കൊരിക്കലും നമ്മൾക്ക് ഈ ഉള്ള സാധനങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, എന്ന് വെച്ചാൽ പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുടി സ്ട്രെയിറ്റ് ചെയ്തിടുക. എന്നോട് പലവരും പറയാറുള്ളതാണ്, ഉണ്ണി ബ്യൂട്ടി ഇൻഫ്ലുവൻസറായിട്ട് ഇങ്ങനെ നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യണത് ശരിയാണോ എന്നൊക്കെ എനിക്കൊരു കമൻറ്റ് അങ്ങനെ വന്നിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആക്ച്വലി നിങ്ങളെ നല്ല രീതിയിലല്ലേ ഇൻഫ്ലുവൻസ് ചെയ്യണേ. എന്ന് വെച്ചാൽ ഞാൻ
നമ്മുടെ പേജിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കണത് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിങ്ങനെ നിൽക്കാന്നുണ്ടെങ്കിൽ, ഇത്രയും ആളുകൾ കാണുന്ന പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാമല്ലോ. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയാണ് അത് നെഗറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യണേ. നിങ്ങൾ കാണുന്ന ആളുകളുടെ നിങ്ങളുടെ ബോഡിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നല്ലേ ഞാൻ പറയണേ. അത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതാ, നിങ്ങൾ എത്ര ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, എത്ര ഇപ്പോൾ ഗ്ലൂട്ടാത്തങ്ങനെ എടുത്ത് വെളുത്തുന്നുണ്ടെങ്കിലോ, ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ടാൻ ആവണം എന്ന് വിചാരിച്ചു നിങ്ങൾ ടാൻ ആയിട്ടുണ്ടെങ്കിലോ, ഇതൊന്നും ലോങ് ലാസ്റ്റ് ചെയ്യില്ല. ഇതൊക്കെ എന്നായാലും ഇത് പോകും. അപ്പോൾ നമ്മൾ എങ്ങനെയാണുള്ളത് അതിലോട്ടാണ് നമ്മൾ വരുള്ളൂ. എത്ര ബോട്ടോക്സ് ചെയ്താലും നിങ്ങൾ കുറേ കഴിയുമ്പോൾ നിങ്ങൾ ഏജ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയി തുടങ്ങും. ഏറ്റവും നല്ലത് നമ്മളെങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെടുക. ഓക്കെ, ഇപ്പം നിങ്ങൾ ഏജ് ആയിട്ടുണ്ട്. ഇപ്പം എനിക്കിങ്ങനെ കണ്ണ് ചെയ്യുമ്പോൾ എനിക്കിത് ഇവിടെ ഇങ്ങനെ ഈ സാധനം വരും, എനിക്കത് ഇഷ്ടമാണ്. എനിക്കിവിടെ ഇതിങ്ങനെയുണ്ട്, അതും എനിക്കിഷ്ടമാണ്. ഒക്കെ നമ്മൾ എല്ലാവരും പയ്യനെ ഏജ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, ഏജ് ആകുമ്പോഴേക്ക് ഇങ്ങനത്തെ പല പല മാറ്റങ്ങൾ നമ്മളിലേക്ക് വരും. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുക, അതൊക്കെ ഇഷ്ടപ്പെടാൻ തുടങ്ങുക. കാരണം എന്തായാലും നമ്മളിതൊക്കെ ഇഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ഇതൊക്കെ അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര അടിപൊളിയാണ്. കാരണം നമുക്ക് വേറെ ഒന്നും ബോധർ ചെയ്യാണ്ടാവും. പക്ഷെ വേറെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എനിക്കതാണ് ഇഷ്ടം. സോ അപ്പോൾ അതുകൊണ്ട് നമ്മളെ തന്നെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങാം. നമ്മളുടെ ഈച്ച് ആൻഡ് എവറി പാർട്ടിനെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങാമെന്നാണ്. ഞാൻ അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എന്ന് വെച്ചാൽ ഇങ്ങനെ നഖമൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ ചിലപ്പോൾ എനിക്ക് പ്രാന്താ വിചാരിക്കും. എനിവേ, നമ്മളിങ്ങനെ നെയിൽ ആർട്ടൊക്കെ ചെയ്യാൻ പോകില്ലേ, ഞാൻ കുറേ നാളായിട്ടോ ചെയ്തിട്ട്. ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്യാറേയില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ലാസ്റ്റ് ടൈം ചെയ്യാൻ പോയപ്പോഴേക്കും ഞാൻ പറഞ്ഞു എനിക്കൊരു ഇവൻ്റ് ഉണ്ട്, ഒന്ന് ക്ഷമിക്കുക, ഇനി ഞാൻ ഒന്ന് കെയർ ചെയ്തോളാം, അങ്ങനെ ഞാൻ പറയും. നമ്മളങ്ങനെ നമ്മളുടെ അവയവങ്ങളോട് തന്നെ സംസാരിക്കാൻ തുടങ്ങുമ്പോണ്ടല്ലോ നമുക്ക് മനസ്സിലാവും അവർ നമ്മളോട് റിപ്ലൈ ചെയ്യണത്. എന്ന് വെച്ചാൽ അവർ ശരിക്കും വർത്തമാനം പറയുന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ അല്ലാതെ രീതിയിൽ പറയാൻ നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ശരിക്കും ഇഷ്ടം തോന്നും, നമ്മളുടെ മുടിയിനോട് ഇഷ്ടം തോന്നും. എനിക്ക് എൻ്റെ മുടിയിനോട് സഹതാപമൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ഞാൻ ഇത്രയായിട്ട് പരീക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ഈച്ച് ആൻഡ് എവറി പാർട്ടിനെ എടുത്ത് നമ്മൾ ഇപ്പോൾ കണ്ണിൻ്റെ, ഞാൻ ഇപ്പോൾ എൻ്റെ ഫോൺ നോക്കുന്ന സമയം കുറച്ചു. ഞാൻ ഇപ്പോൾ ഫോൺ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മനഃപൂർവ്വം അങ്ങോട്ട് പോകാണ്ടിരിക്കും. ഇപ്പോൾ കുറേ നേരം എനിക്ക് ഫോൺ ഇല്ലാണ്ടിരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതെൻ്റെ ഈ വർഷത്തെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റാണ്. ഫോൺ ഇല്ലാണ്ട് എനിക്ക് വേറെ ബുക്ക് വായിച്ചോ അല്ലെങ്കിൽ കുക്ക് ചെയ്തോ അങ്ങനെയൊക്കെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ എന്താ, ഞാൻ എൻ്റെ കണ്ണിനോട് തന്നെ സംസാരിച്ചു. എൻ്റെ കണ്ണിങ്ങനെ ശരിക്കും എനിക്കിങ്ങനെ കണ്ണിങ്ങനെ വിങ്ങണതിൽ ഇങ്ങനെ ചുറ്റിനും എനിക്ക് വേദന തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ കണ്ണിനെ വിഷമിപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോൺ മാറ്റി വെച്ച് മൊത്തത്തിൽ മാറ്റുന്നതല്ല, കുറച്ചൊക്കെ മാറ്റി ഇത്തിരിയൊക്കെ സമാധാനം തരാമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മുടെ അവയവങ്ങളോട് തന്നെ സംസാരിച്ച് നമ്മുടെ ബോഡി തന്നെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരാളെ സ്നേഹിക്കണ്ട, നമ്മൾ തന്നെ നമ്മളുടെ ബോഡീനെ സ്നേഹിച്ചാൽ അത് ഭയങ്കര വേറെ ഫീലാട്ടോ. അത് ഞാൻ ഇച്ചിരി ഓവറാക്കി ചളവാക്കണ്ടല്ലേ. സാരില്ല, നിങ്ങൾ ക്ഷമിക്ക്. ഇനി അടുത്ത കാര്യം എന്താ അറിയോ, ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്കില്ലുകളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഡ്രൈവിങ്, പിന്നെന്താണ് കുക്കിംഗ്, ഇതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയണത്. ഇതൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബേസിക്കായിട്ട് നമുക്ക് സർവൈവൽ സ്കിൽസാണ് ഇതൊക്കെ. ഓക്കെ, കുക്ക് ചെയ്യണം എങ്ങനെയാണ്, ബേസിക് നിങ്ങൾക്ക് കാര്യങ്ങൾ ഉണ്ടാക്കി കഴിക്കണം എങ്ങനെയാണെന്നുള്ളത്, ബേസിക്കായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊബർ വിളിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നും എനിക്ക് ഡ്രൈവ് ചെയ്യണം ഇഷ്ടമല്ല, പക്ഷെ എന്നാൽ ഞാൻ വണ്ടി ഓടിക്കും. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യാനായിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾ സ്വിം ചെയ്യാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ സ്വിമ്മിങ്ങും വളരെ നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ലീഗൽ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം നല്ലതാണ്. ബേസിക്കായിട്ടുള്ള ലീഗൽ കാര്യങ്ങൾ നമുക്ക് ഒരു കോമൺ മെൻ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ലീഗൽ വശങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടതടവുകളൊക്കെ അറിഞ്ഞിരിക്കണം എന്നല്ലേ, അതെനിക്കറിയില്ല കേട്ടോ. പക്ഷെ അല്ലാതെ നിങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ, കുട്ടികൾ വലിയവരാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് ബെറ്റർ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് തുടങ്ങുക. അതായത് തന്നെ ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളത് നോക്കുക. അതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കാര്യം തന്നെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു സ്മോൾ ബിസിനസ് തുടങ്ങുമോ, എല്ലാവരും തുടങ്ങണം എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ പോട്ടെ ബിസിനസ് ഒന്നും വേണ്ട, അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ നോക്ക്. എന്താ പറയുക,
നിങ്ങളുടെ വീട്ടിൽ മിക്സി കേടായി, ഓക്കെ, നിങ്ങൾ മിക്സി കേടാകുമ്പോൾ നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ നമ്മൾ വീട്ടിൽ അച്ഛനോട് പറയും, അല്ലെങ്കിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞാൽ ഹസ്ബൻഡിനോട് പറയും, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്താ മക്കളോട് പറയും. അങ്ങനെ നമ്മൾ ആരെങ്കിലോട് പറയല്ലേ ചെയ്യുക. അല്ലാത്തവരുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്തവരാണ്, ഇപ്പോൾ ഒരാളിൽ ഡിപ്പെൻഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മിക്സി നന്നാക്കാനായിട്ട് ആളെ നിങ്ങൾ തന്നെ നമ്പർ എടുത്ത് തന്നെ ആളെ വിളിച്ച് ആളെ തന്നെ നന്നാക്കി ആൾക്ക് പൈസ കൊടുത്ത് ആ മിക്സി നന്നാക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് ഉണ്ടാക്കണ ചമ്മന്തിയുടെ രുചി ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് ഊഹിക്കുമ്പോഴേക്കും നന്നായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ലെവൽ. ഇപ്പോൾ എൻ്റെ ചാനൽ ഞാൻ സീറോന്ന് ഞാൻ തന്നെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ഇവിടെ വരെ ഞാൻ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം നിങ്ങൾ തന്നെ യാത്ര ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇവിടെ അടുത്ത് വരികയാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയി നിങ്ങൾ ബാങ്കിൽ പോയി പൈസ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ തന്നെ പോയി സ്ലിപ്പ് എഴുതി നിങ്ങൾ തന്നെ കൊടുത്ത് പൈസ അതിൻ്റെ റിസിപ്റ്റ് മേടിച്ച് തിരിച്ച് വരുമ്പോൾ ആ ഒരു കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, ടാസ്ക് കംപ്ലീറ്റഡ്, അത് കംപ്ലീറ്റഡ് ആകുമ്പോഴേക്കും നമുക്കൊരു കോൺഫിഡൻസ് വരും, നമുക്ക് കുറച്ചും കൂടി വലിയ ടാസ്കുകൾ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രചോദനമാവും. ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്കിത് അത്യാവശ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി, ഇല്ലെങ്കിൽ എനിക്ക് അതിനുള്ള ഐഡിയാസ് ദൈവം തന്നു, അതിൻ്റെ ഒരു ഭാഗ്യം തന്നു, നിങ്ങളുടെ കുറേ ആളുകളുടെ ഇഷ്ടം തന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ കോൺഫിഡൻസ് നിന്നാണ് ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒന്നും കൂടി ഒരു പടി മുകളിലുള്ള കുറച്ചും കൂടി വലിയ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ അങ്ങനെ തന്നെ എന്തെങ്കിലും തനിയെ നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാണ്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ടിപ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുറേ നേരം ഇങ്ങനെ കത്തിയടിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് പറയൂ കേട്ടോ. അപ്പോൾ നമുക്കിതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ. പിന്നെ നിങ്ങൾ എൻ്റെ ഗേളി ടോക്ക് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. കുറേ നിങ്ങൾ ചിന്തിക്കും നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടോ എന്ന്. അങ്ങനെ ഉള്ള കുറേ ശരിക്കുള്ള ആളുകളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കണ്ടു നോക്ക്.